നമസ്കാരം. ഞാൻ ഡോക്ടർ ഐശ്വര്യ, എംഒ, നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. കുട്ടികളിൽ കാണപ്പെടുന്ന പ്രധാന പ്രശ്നമാണ് വിരശല്യം. മലദ്വാരത്തിൽ ചൊറിച്ചിലുണ്ടാവുക, വിശപ്പില്ലായ്മ, ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക, രാത്രി ഉറങ്ങുമ്പോൾ പല്ല് കടിക്കുക, അറിയാതെ മൂത്രം പോവുക, അതുപോലെ വായിൽ ഭയങ്കര ബാഡ് സ്മെല്ല് വരിക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. സാധാരണ പിൻവേമുകളാണ് ഈ വിരശല്യത്തിന് കാരണമാകുന്നത്. ഈ വേം വായിലൂടെ അകത്ത് കടക്കുകയും മലദ്വാരത്തിൽ വന്ന് മുട്ടയിടുകയും ചെയ്യുന്നു. ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം മരുന്ന് കഴിച്ചുകൊണ്ട് ഇത് മാറണമെന്നില്ല. കാരണം ഈ മുട്ടയിൽ നിന്ന് വീണ്ടും പുതിയ വേംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ 2 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾ എല്ലാ 6 മാസം കൂടുമ്പോഴും വിരയിളക്കാനുള്ള മരുന്ന് എന്തായാലും എടുക്കണം. മണ്ണിൽ കളിക്കുമ്പോഴാണ് കുട്ടികളിൽ സാധാരണ വിരശല്യം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നഖങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. മണ്ണ് കളിക്കുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിച്ച് മാത്രം കളിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. കളിച്ചു വരുന്നതിന് ശേഷം കൈകൾ നല്ലതുപോലെ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ വേണ്ടിയിട്ട് അവരെ ശീലിപ്പിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. പെൺകുട്ടികളിൽ ഈ വിര മലദ്വാരത്ത് നിന്നും യോനി ഭാഗത്തേക്ക് വരാനും അതുവഴി ചൊറിച്ചില്, മൂത്രപ്പഴുപ്പ്, ലൂക്കോറിയ എന്നിവ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ വിര ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിയുടെ വസ്ത്രങ്ങളൊക്കെ ചൂടുവെള്ളത്തിൽ അലക്കിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ കൊടുക്കുന്നത് കുറച്ചു കൊണ്ടുവരിക. കാരണം ഇത് വിരകൾ വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഭക്ഷണത്തില് ബീട്രൂട്ട്, ക്യാരറ്റ്, പപ്പായ മുതലായവ ഉൾപ്പെടുത്തുന്നതും വിരശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.